നമ്മൾ ഇന്ന് മോർണിംഗ് ഒരു ഷോക്കിംഗ് ന്യൂസ് അറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് നാം ഏവർക്കും അറിയാവുന്ന പോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ KD പ്രതാപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ന്യൂസാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ ഇപ്പോൾ ആ ന്യൂസാണ് ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ. അപ്പോൾ അതിൽ വാർത്താമാധ്യമങ്ങളിലൂടെ റേസ് ചെയ്തിരിക്കുന്ന അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കള്ളപ്പണം വെളുപ്പിക്കൽ, രണ്ടാമത് ക്രിപ്റ്റോ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടും വായിച്ചും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഒഫീഷ്യലി എന്തൊക്കെ സെഷൻസ് ആണ് ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല. അത് മേ ബി വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി കുറ്റക്കാരനാകാതിരിക്കാം. പക്ഷെ ഇതിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത്, അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഈ കള്ളപ്പണം വെളുപ്പിക്കലും അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മണി അല്ലെങ്കിൽ മണി ലോണ്ടറിങ്, ഹവാല ഇടപാടുകൾ ഒക്കെ തടയിടുന്നതിന് വേണ്ടി ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അത് ഷോർട്ട് ഫോമിൽ PMLA എന്നാണ് പറയുന്നത്. 2002 രൂപീകരിച്ച ആക്ടാണ് PMLA ആക്ട് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ ഹവാല ഇടപാട് തടയിടുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഫോം ചെയ്ത അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു ആക്റ്റാണ്. 2002 രൂപീകരിച്ച ആക്ടാണ്. അപ്പോൾ ആ ആക്ടിൽ സെക്ഷൻ 19 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അല്ലെങ്കിൽ ED ഒഫീഷ്യൽസിന് ഈ ആരോപിക്കപ്പെട്ട ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 19 ഓഫ് PMLA ആക്ട് 2002. ഓക്കെ, അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ ഒരു കൗതുകത്തിൻ്റെ ബേസിൽ കുറച്ച് റിസർച്ച് നടത്തിയതിൻ്റെ ബേസിൽ വേറൊരു ന്യൂസും കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു ന്യൂസ് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. മെയ് 16 ആ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ 2 മാസം ആകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 19 ഉണ്ടല്ലോ, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അല്ലെങ്കിൽ ED ഒഫീഷ്യൽസിന് ഒരു PMLA ആക്ട് പ്രകാരം ഒരാൾ കുറ്റക്കാരനാണെന്ന റീസൺസിൻ്റെ ബേസിസിൽ അറസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സ്. അപ്പോൾ ആ പവേഴ്സിന് ഒരു എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഓണറബിൾ സുപ്രീം കോർട്ട് ജസ്റ്റിസ് അബേ ഒക്കെയും അതുപോലെ ജസ്റ്റിസ് ഉജ്വൽ ബൊയാൻ സാറിൻ്റെയും ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട്. മെയ് 16 ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 19 ഇപ്പോൾ ഈ ഒരു PMLA ആക്ട് പ്രകാരം ഒരാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സാണ് ED കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പവേഴ്സിനെ മാറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സപ്പോസ് ഈ കൺവിക്റ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ട പേഴ്സൻ്റെ കാര്യം ഒരു സ്പെഷ്യൽ കോർട്ടിൽ ഓൾറെഡി ഒരു കേസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. ആ സ്പെഷ്യൽ കോർട്ട് ഈസ് അവെയർ അബൌട്ട് ഇറ്റ്. ആ ഒരു പർട്ടിക്കുലർ കോടതി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പർട്ടിക്കുലർ കോടതിക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജും അവയർനെസ്സും നടന്നുകൊണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ 19 പ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഈ ആരോപിക്കപ്പെട്ട പേഴ്സണിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 19 പ്രകാരം അത് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി സപ്പോസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അല്ലെങ്കിൽ ED ഒഫീഷ്യൽസിന് ഇപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഇപ്പോൾ ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്, എന്നാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ കോർട്ടിൽ നിന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേസ് ഇരിക്കുന്നില്ല, ആ സ്പെഷ്യൽ കോർട്ടിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ടതാണ്. പെർമിഷൻ എടുത്ത് ആ സ്പെഷ്യൽ കോർട്ടിന് റീസണബിൾ ബിലീഫുണ്ട്, ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കസ്റ്റഡി ആവശ്യമാണ് ഈ ഒരു കേസിൻ്റെ ആസ്പദമാക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ കോർട്ടിൻ്റെ ഓർഡറോടുകൂടി വേണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അല്ലെങ്കിൽ ED ഒഫീഷ്യൽസിന് ഈ പർട്ടിക്കുലർ വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യാം. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസും അതുപോലെ ഇപ്പം ഓണറബിൾ സുപ്രീം കോർട്ടിൽ വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ഓർഡറും അത് വെച്ചൊന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് കൺവേ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളുടെ യുക്തിയിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ ഇവിടെ രേഖപ്പെടുത്താം. എന്തായാലും ഏവർക്കും നല്ലൊരു ദിനം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അറിയാം, ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. എന്നാൽ തന്നെയും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണ് എനിക്കിപ്പോൾ ഹൈറിച്ച് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്. അതുപോലെ തന്നെ അല്ലാതെയുള്ള മെമ്പേഴ്സിൻ്റെ അടുത്തും ലെറ്റ്സ് സീ. ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മറ്റൊന്നും പറയാനില്ല. എനിവേ, ഹാവ് എ ബ്ലെസ്ഡ് ഡേ.